ഗൗതം മേനോൻ ഡയറക്ട് ചെയ്ത മമ്മൂട്ടി, ഗോകുൽ സുരേഷ്, സുസ്മിത ഭട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ഒരു ത്രൂ ഔട്ട് മിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത് പോകുന്ന നല്ലൊരു ക്യാരക്ടറൈസേഷൻ, കുറച്ച് ഹ്യൂമറിൻ്റെ ഒരു ഫ്ലേവർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ എനിക്ക് സിനിമ വർക്കായ ഒരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്. പിന്നെ ഒരു നല്ലൊരു സ്റ്റണ്ണിങ് ക്ലൈമാക്സ് കൂടെ ആയപ്പോൾ സിനിമ അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ഈ സിനിമ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നും. ഇതെല്ലാം ആണെങ്കിൽ കൂടിയും കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല ഔട്ട് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ CI ഡൊമിനിക് എന്ന ക്യാരക്ടർ മമ്മൂക്കയാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി CI ആയി നിന്നിട്ട് റിസൈൻ ചെയ്തിട്ട് സ്വന്തമായി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് ചെറിയ ചെറിയ കേസുകൾ കൊണ്ട് അങ്ങനെ പോകുന്ന സമയത്താണ് തൻ്റെ ഹൗസ് ഓണർ ഒരു കേസ് ഏൽപ്പിക്കുന്നത്. ഒരു മിസ്സിംഗ് ആയ ഒരു ലേഡീസ് പേഴ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിട്ട് ആൾക്ക് ഏൽപ്പിക്കണം എന്ന് പറയുന്നു. പുള്ളി അതിന് പുറകെ പോകുന്നു. ദെൻ ഇറ്റ് കൺവേർട്സ് ഇൻ ടു ഒരു മിസ്സിംഗ് കേസായി മാറുകയും പിന്നീട് കഥയിൽ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്നതാണ് സിനിമ പറയുന്നത്. അപ്പം ഞാൻ പറയുന്ന പോലെ ഈ ഒരു ലേഡീസ് പേഴ്സിൻ്റെ പിന്നാലെ പോകുന്നു. ദെൻ ഇറ്റ് സീംസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഈ ഒരു ക്യാരക്ടറൈസേഷൻ തന്നെ നല്ലൊരു രസകരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മമ്മൂക്കിയുടെ കുറച്ചൊരു ഞാൻ പറഞ്ഞ പോലെ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഭയങ്കര ബലം പിടുത്തം ഒന്നും ഇല്ലാത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. പക്ഷെ അത് കുറച്ചുകൂടെ കുക്കഡപ്പ് ചെയ്യണമായിരുന്നു എന്ന് തോന്നി. കാരണം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലൈമാക്സും കൂടി ആകുമ്പോൾ കുറച്ച് ഗ്രിപ്പിംഗ് ആയിട്ട് ചെയ്യാമായിരുന്നു. അതർവൈസ് ഇടയ്ക്കിടയ്ക്ക് സിനിമ ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. ഡൗൺ മീൻസ് ഒരു ത്രില്ലിംഗ്, ഒരു സീറ്റ് എഡ്ജ് അല്ലെങ്കിൽ നെയിൽ ബൈറ്റിംഗ് സീൻസോ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒരു ഹ്യൂമർ എഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമെങ്കിലും ത്രൂ ഔട്ട് സിനിമ കണ്ടു വരുമ്പോൾ ഹൈ മൊമെന്റ്സ് വളരെ കുറവായിട്ട് തോന്നി. ദെൻ ഗോകുൽ സുരേഷിനോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ നന്നായിരുന്നു. കാരണം നല്ല സെറ്റായിരുന്നു. അതിൻ്റെ മാച്ച് അസിസ്റ്റൻ്റ് ആയിട്ട് ഒരുക്കി എന്നുള്ള ക്യാരക്ടറാണ് ഗോകുൽ സുരേഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്യാരക്ടർ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാമെന്ന് തോന്നി. പുള്ളിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ ഈ റിവ്യൂ കാണുന്നവർ ഇതൊരു കംപ്ലീറ്റ്ലി മേ ബി ഒരു സ്പോയിലർ ആയിരിക്കും. അപ്പോൾ ഈ റിവ്യൂ കാണുന്നതിന് മുമ്പ് സിനിമ കണ്ടതിന് ശേഷം കാണുക, അല്ലെങ്കിൽ അതൊരു സ്പോയിലർ ആയിരിക്കും. കാരണം അത് ഇല്ലാതെ സിനിമയെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആക്ച്വലി ഈ സിനിമയുടെ മെയിൻ കോർ പ്ലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു മിസ്സിംഗ് കേസിലോട്ട് ലീഡ് ചെയ്യുന്നു. ദെൻ ടുവേർഡ്സ് ടു ഒരു അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടെറിഫിക് ക്ലൈമാക്സ് ഉണ്ട്. അതിൽ നല്ല പെർഫോമർ നമുക്ക് കാണാൻ പറ്റും. സുസ്മിത ഭട്ട് എന്നുള്ള നായികയുടെ നല്ലൊരു പെർഫോമൻസ് ആണ്. നമ്മൾ ഇതേ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഭയങ്കര ട്വിസ്റ്റ് ആയിട്ട് നമ്മൾ തിട്ടം ഇരണ്ട് എന്ന ഐശ്വര്യ രാജേഷ് ലീഡ് റോൾ ചെയ്ത ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ ഒരു സ്റ്റോറി ലൈനും ആ ഒരു ഫ്ലോയും കൂടെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അൺപ്രഡിക്റ്റബിൾ ആണ് ഈ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്കറിയാം ആരാണ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് അത് റൈം ചെയ്തതെന്ന് അറിയാം. ഞാൻ പറഞ്ഞു ഈ മിസ്സിംഗ് കേസ് പോകുന്നു, പിന്നീട് അതൊരു മർഡറിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് ആരാ ചെയ്തതെന്ന് ഒരു പോയിന്റിൽ അറിയാൻ പറ്റുമെങ്കിൽ പോലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പോൾ അത് നന്നായി തന്നെ ആൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചും അറ്റംപ്റ്റും ആയിരുന്നു. അത് കുറച്ചുകൂടെ സ്ക്രീൻ പ്ലേയിൽ ശ്രദ്ധിച്ച് കുറച്ചുകൂടെ ഒരു ഗ്രിപ്പിംഗ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ഔട്ട്പുട്ട് കിട്ടേണ്ടിരുന്ന ഒരു മൂവിയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്. സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ് വാച്ച്. നമുക്ക് തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്ന ചില കുറവുകളുള്ള ഒരു ഡീസൻറ്റ് വാച്ച് മൂവിയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമ. നിങ്ങൾ തീർച്ചയായും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും.